ഫ്ളാറ്റിലെ പാർക്കിങ്ങിൽ കാറ് നിർത്തിയതും ജാനി വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി. പെട്ടെന്ന് തന്നെ ലിഫ്റ്റിൽ കയറി അവളുടെ ഫ്ളാറ്റിലേക്ക് പോയി. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ പോകുന്നത് നോക്കി മയൂർ കാറിൽ തന്നെ ഇരുന്നു. ഡോണ്ട് ട്രൈ ടു ബ്രിങ് ഔട്ട് ദ ഡെവിൾ ഇൻസൈഡ് മീ ദാറ്റ് ഐ ഹാവ് ലോക്ക്ഡ് അപ്പ് ജാനി. അവൻ ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് ചിന്തിച്ചു. നീ ബർത്ത്ഡേ പാർട്ടിക്ക് തന്നെയല്ലേ പോയത്? ഇതെന്താ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ? ജാനി കൈത്തണ്ടയിൽ മരുന്ന് വെച്ച് കെട്ടുന്നത് കണ്ട് മെറിൻ ചോദിച്ചു. ചെറിയൊരു അപകടം പറ്റിയതാ, ജാനി മെറിൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അപകടമോ? എന്തപകടം? ആ, ഞാൻ ചെറുതായി ഒന്ന് വീണു. വീഴേ? എവിടെ വീണു? നീ ഒന്ന് തെളിച്ച് പറയടി. അല്ല, നിന്റെ കയ്യിലെ വളയെന്തിയേ? അവൾ ജാനിയുടെ മുറിവുള്ള കൈത്തണ്ടയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ കൈയിടിച്ച് താഴെ വീണപ്പോൾ വള ഒടിഞ്ഞു എന്നാ തോന്നുന്നേ. മെറിൻ്റെ മുഖത്ത് നോക്കാതെ ജാനി അടുക്കളയിലേക്ക് പോയി. പൊയ്ക്കോ, എന്തോ കള്ളത്തരമുണ്ട്, അതാ അധികമൊന്നും സംസാരിക്കാതെ പോയത്. ജാനി പോയ വഴിയെ നോക്കി മെറിൻ ഓർത്തു. അടുക്കളയിലേക്ക് പോയ ജാനിയുടെ മനസ്സിലേക്ക് കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങൾ ഓടി വന്നു. മയൂർ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, മുത്തശ്ശിയുണ്ട്, ഭാര്യ എന്ന് പറഞ്ഞു ഒന്ന് നിർത്തി. അവളെ നോക്കി അവൻ ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് തുടർന്നു. ഭാര്യ ഇപ്പോഴില്ല, അധികം വൈകാതെ ഉണ്ടാകും എന്ന് കരുതി എല്ലാ അമ്മമാരും എൻ്റെ അമ്മയല്ല. അതുപോലെ എല്ലാ ഭാര്യമാരും എൻ്റെ ഭാര്യയുമല്ല. ബഹുമാനം അർഹിക്കുന്നവർക്ക് മാത്രമേ ഈ മാണിക്യശ്ശേരിയിലെ മയൂർനാഥ് കൊടുക്കൂ. അല്ലാതെ അഴുക്കുചാലിൽ കിടക്കുന്നവരെ ഒന്നും പൂജിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ജാനിക്ക് നേരെ അവൻ കൈ വീശിയതും അവളുടെ കയ്യിലെ ജ്യൂസ് ഗ്ലാസ് താഴെ വീണ് പൊട്ടിത്തെറിച്ചു. അയ്യോ! ഗ്ലാസ് പൊട്ടിയത് കണ്ട് ഇന്ദുമതി നിലവിളിച്ചു. എന്താ തള്ളേ, ഗ്ലാസ് വീഴുന്നതും പൊട്ടുന്നതൊന്നും നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലേ? എനിവേ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളുടെ വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ വന്നതല്ല, ദേ ഇവളെ കൊണ്ടുപോകാൻ വന്നതാണ്. ജാനിയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നെ കൊണ്ടുപോകാനോ? അതിന് ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എന്നെ ശ്രീറാം കൊണ്ടാക്കും, അതിന് താൻ ബുദ്ധിമുട്ടണമെന്നില്ല, അവൾ കലി തുള്ളിക്കൊണ്ട് പറഞ്ഞു. നീ എൻ്റെ കൂടെ വരുമോ എന്നല്ല ഞാൻ പറഞ്ഞത്, നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അവൻ അവളുടെ കൈ മുറുക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. വിട്ടെന്നെ, വിട്ട്. ജാനി കൈ കുതറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മയൂരിൻ്റെ ബലത്തിന് മുന്നിൽ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജാനിയുടെ കയ്യിൽ കിടന്നിരുന്ന ഏകദേശം 1 പവനോളം തോന്നിപ്പിക്കുന്ന കമ്പി വളയോടുകൂടിയാണ് അവൻ അവളുടെ കൈ ഞെരുക്കി പിടിച്ചത്. അധികം നെകളിക്കാതടി പെണ്ണേ, നീ ഇപ്പോൾ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്റെ പഴയ കഥകളുടെ കെട്ട് ഞാൻ ഓരോന്നായി അഴിക്കും. തമ്പുരുവിൻ്റെ മുന്നിൽ ആകെ നാറും. അവൾ മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. അവൻ്റെ ക്രൂരമായ വാക്കുകൾ കേട്ടതും ജാനിയുടെ ശരീരം തളരുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ജാനി തളർന്നു പോയി എന്ന് മനസ്സിലാക്കിയ മയൂർ കൂടുതൽ ശക്തിയോടെ അവളുടെ കൈ അമർത്തിപ്പിടിച്ചു. കമ്പിവള പൊട്ടി അവളുടെ കൈത്തണ്ട കുത്തി കീറിക്കൊണ്ടിരുന്നു. മനസ്സ് തകർന്നു പോയതുകൊണ്ട് കയ്യിലെ വേദനയൊന്നും ജാനി അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ അവളെയും പിടിച്ചു വലിച്ച് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി. എന്താ അക്രമാണ് ഈ കാണിക്കണത്? ഇന്ദു അല്പം ഭയത്തോടെ പറഞ്ഞു. അക്രമം കാണാൻ പോകുന്നതേ ഉള്ളൂ തള്ളേ. പിറന്നാൾ സദ്യക്ക് പകരം മരിപ്പിൻ്റെ കഞ്ഞി കുടിക്കാതിരിക്കണമെങ്കിൽ മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെയും പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്നു. അവൻ്റെ ദേഷ്യം മുഴുവൻ തീർത്തുകൊണ്ടിരുന്നത് അവളുടെ കൈ പിടിച്ച് ഞെരിച്ചുകൊണ്ടായിരുന്നു. കാറിൻ്റെ ഡ്രൈവിംഗ് ഡോറ് തുറന്ന് അവളെ കാറിലേക്ക് തള്ളിയിട്ടു. പിന്നീട് അവൻ കാറിൽ കയറി പരമാവധി സ്പീഡിൽ കാറ് പറത്തിവിട്ടു. അവരുടെ പോക്കും നോക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാനേ ശ്രീറാമിനും ഇന്ദുവിനും കഴിഞ്ഞുള്ളൂ. കാറ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കെ വിജനമായ ഒരു പ്രദേശത്തെത്തിയതും അവൻ കാറ് സൈഡിലേക്ക് നീക്കി നിർത്തിയിട്ടു. എന്താടി നിനക്ക്? ഇത്രയും അനുഭവിച്ചിട്ടും നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നും വന്നില്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നിനക്ക് വാണിംഗ് തന്നതായിരുന്നു. എൻ്റെ വാക്കിന് പുല്ലുവില തന്നിട്ടല്ലേടി നീ ഇന്ന് മറ്റവൻ്റെ കൂടെ പാർട്ടി ആഘോഷിക്കാൻ പോയത്? എത്ര അഹങ്കാരം ഉണ്ടായിട്ട് വേണം അങ്ങനെ ചെയ്യാൻ? നിന്റെ അഹങ്കാരവും ധാഷ്ട്യവുമെല്ലാം 8 മടക്കി മോള് കയ്യിൽ വെച്ചോ. എൻ്റെ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട. വളരെയധികം ദേഷ്യത്തോടെ മയൂർ പറഞ്ഞു. അവൻ്റെ വാക്കുകൾക്ക് മറുപടിയൊന്നും പറയാൻ കഴിയാതെ അവൾ കണ്ണടച്ചിരുന്നു. അവൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവളെ വെല്ലുവിളിച്ചിട്ടും അവൾ മൗനമായി തന്നെ ഇരുന്നു.
കൈത്തണ്ടയിൽ രക്തം കിണിയുന്നുണ്ടായിരുന്നു. സാരിയുടെ മുന്താണി കൊണ്ട് മുറിവ് അവൾ കെട്ടിവെച്ചു. ഓർമ്മകളിൽ നിന്നും തിരികെ വന്ന ജാനി ആർത്തു കരഞ്ഞു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ മയൂർനാഥിൻ്റെ ശരിക്കുള്ള സ്വഭാവം? ഇപ്പോൾ പറയൂ, ശ്രീറാം ആണോ നല്ലത് അതോ മയൂർനാഥോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ ഒരുപാട് കൂട്ടുകാർ കഥ കേട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.